IPL ഗുജറാത്ത് തങ്ങളുടെ മികച്ച പ്രകടനം തുടരുകയാണ്. അവസാനമായിട്ട് കൊൽക്കത്തേനെയാണ് അവർ 39 റൺസിന് പരാജയപ്പെടുത്തിയത്. ഒരു മികച്ച മത്സരം എന്ന് പറയുമ്പോൾ അത്രയൊരു ആവേശകരമായ ഒരു മത്സരം ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച ഒരു ആവേശകരമായ മത്സരമല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഗില്ലിന്റെ ഒക്കെ ബാറ്റിംഗ് ഔട്ടാവാതെ ക്രീസിൽ പിടിച്ചു നിൽക്കുക. പക്ഷേ 55 ബോളിൽ 90 റൺസ് അദ്ദേഹം ഗില്ല് സ്കോർ ചെയ്യുന്നുണ്ട്. ഏറ്റവും 3500 റൺസ് തികക്കുന്ന IPL തികക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ റെക്കോർഡുകളൊക്കെ ഇതാക്കുന്നുണ്ട്. മറുവശത്ത് ബാറ്റിങ്ങില് ഒരു ബാറ്റിംഗ് യൂണിറ്റ് എന്ന രീതിയിൽ അമ്പെ പരാജയപ്പെടുന്ന ഒരു കൊൽക്കത്തേനെയാണ് നമ്മൾ കണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ മത്സരത്തിൽ സംഭവിച്ചത്? നമ്മളെ കൊൽക്കത്തയെ കുറിച്ച് കാലങ്ങളായി എന്നുള്ള ഈ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ റിങ്കു സിംഗ്, നമ്മുടെ വെങ്കടേഷ് അയ്യർ, ഇവരൊന്നും ഫോമിലേക്ക് എത്താണ്ട് ആ ടീമിന് ഒന്നും പ്രതീക്ഷിക്കാനാവില്ല. അവിടെ ഓപ്പണിങ്ങിൽ നമ്മൾ നരേനെയൊക്കെയാണ് എല്ലാ കാലത്തും കൊൽക്കത്ത ആശ്രയിക്കുന്നത്. ഒരു ബാറ്റിംഗ് വിസ്ഫോടനം ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ പിടിച്ച് കയറി പോകാം, പിന്നെ റസൽ വന്ന് കളി തീർക്കും. ഇതായിരുന്നു അവരുടെ രീതി. പക്ഷേ പറഞ്ഞ പോലെ നല്ലൊരു പ്രകടനം ബാറ്റിംഗ് യൂണിറ്റ് മൊത്തത്തിൽ ആർക്കും അങ്ങനെ പറയാൻ പറ്റും. ഇപ്പം ഇന്നലെ രഹാന 50 അടിച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ അവരുടെ മെൻറ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രകടനം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. കാരണം ആ ഒരു റിക്വയർഡ് റണ്ണിട്ട് ഇരിക്കുമ്പോൾ അവർ അങ്ങനെയല്ല കളിക്കുന്നത്. ബോൾ റണ്ണ് അവർ ശ്രദ്ധിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പം ഗില്ലിനെ പറഞ്ഞ ഗ്രീസിൽ നിൽക്കുന്ന അവർ ഫസ്റ്റ് ബാറ്റിങ്ങിലാണ് നിൽക്കുന്നത്. പക്ഷേ ടാർഗറ്റ് ഫോളോ ചെയ്യുമ്പോഴും ആ രീതിയിൽ ബാറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ബാറ്റിംഗ് യൂണിറ്റ് കൊൽക്കത്ത പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടുണ്ട്. അത് നായകൻ രഹാനയും പറഞ്ഞിട്ടുണ്ട്, മെൻറ്റർ ബ്രാവോയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം വരണം. ഈ പറഞ്ഞ പോലെ കോടികൾ കൊടുത്ത് ടീം നിർത്തിയ വെങ്കടേഷ് അയ്യരും റിങ്കു സിംഗും ഒക്കെ ആണെങ്കിൽ കൂടി അവർക്കത് ആ ഒരു ഇതിലേക്ക് ടീമിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവിടെ നിന്ന് തിരിച്ചു വരുന്നോ അതെന്ന് വെച്ച് റസലിൻ്റെ പ്രകടനം. റസൽ നമുക്ക് ബോളിങ്ങിലൊക്കെ ഇടയ്ക്ക് ഒന്ന് മിന്നി വരുന്നുണ്ടെങ്കിലും ബാറ്റിംഗിൽ റസൽ ആ പഴയ റസലിൻ്റെ ഒരു ഫോം കാണിക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. മെൻറ്റർ റസലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആണെങ്കിൽ കൂടി ഒരു ഫാക്ട് അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്ന കളികളൊന്നും വരുന്നില്ല. പിന്നെ അദ്ദേഹം പതറുകയാണ്. ആ പ്രശ്നം അവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഇന്നലെ ഗുർബാസും അതുപോലെ തന്നെ സുനിൽ നരേനാണ് ഓപ്പണർമാരായിട്ട് ഇറങ്ങുന്നത്. ഗുർബാസ് ഒരു റൺ എടുത്തിട്ട് ഔട്ടാവുന്നു. അതുപോലെ തന്നെ നരേൻ 17 റൺസ് നേടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രഹാന വരുന്നുണ്ട്, വെങ്കടേഷ് അയ്യർ, അങ്ങനെയുള്ള താരങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ബ്രാവോ നേരിടേണ്ടി വന്ന ടീമിന്റെ മെൻറ്ററായിട്ടുള്ള ബ്രാവോ നേരിടേണ്ടി വന്ന ഒരു ക്വസ്റ്റ്യൻ റസലിന്റെ ബാറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ റസലിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട ഒരു ബാറ്റിംഗ് യൂണിറ്റ് എന്ന രീതിയിൽ മൊത്തത്തിൽ പരാജയമാണ്. റസൽ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ 14-15 റിക്വയർഡ് റൺ റേറ്റ് എന്നൊക്കെയാണ് ബ്രാവോ പറയുന്നത്. കൃത്യമായിട്ട് ബ്രാവോ റസലിന് ഒരു പിന്തുണ കൊടുക്കുന്നുണ്ട്. ഒരു ബാറ്റിംഗ് ഇത് എന്നുള്ള രീതിയിൽ കൊൽക്കത്ത മൊത്തത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നത്. മറുവശത്ത് ഗുജറാത്തിന്റെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഓർഡർ മികച്ച ഫോമിലാണ്. സായ് സുദർശൻ ആണെങ്കിലും അതുപോലെ തന്നെ താരങ്ങൾ അവിടെ നിർണായകമാണ്. ബട്ട്ലർ ഫസ്റ്റ് നമ്മൾ ഈ സീസൺ തുടങ്ങുമ്പോൾ നമ്മളും ഗുജറാത്തിന് പിന്നെ നമുക്ക് ഇത്രയൊരു പ്രതീക്ഷിച്ച ഒരു ടീം അല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ഈ പറഞ്ഞാൽ ഈ 3 താരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് ശേഷം അവിടെ എന്താവുന്നുള്ളത് നമ്മൾ സംശയിച്ചിരുന്നത്. പക്ഷേ ആ 3 താരങ്ങളെ പുറത്താക്കാനാണ് ഇപ്പം മറ്റേ എതിർ ടീമിന് സാധിക്കാതെ വരുന്നത്. സായ് സുദർശനായാലും ഗില്ലായാലും ബട്ട്ലർ ആയാലും ഈ 3 താരങ്ങളിൽ ഒരു താരം എന്തായാലും തിളങ്ങുന്നുണ്ട്, മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുക്കുന്നുണ്ട്. ആ ടീമിന് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇപ്പോൾ സായ് സുദർശനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്നിങ്സുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള IPL വേറൊരു താരം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അദ്ദേഹത്തിന്റെ സ്കോറിങ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹത്തിനെതിരെ അത് വിമർശനമായിട്ട് വരുന്നുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ T20 നമ്മളൊരു ബാറ്റിംഗ് വിസ്ഫോടനമൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഇതിനകത്ത് അദ്ദേഹം അത്തരം വിസ്ഫോടനത്തിൽ കളിക്കുന്നുണ്ട്. ഇന്നലത്തെ മത്സരം തന്നെ അതായത് പല കമന്റുകളും ആ രീതിയിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതെ തീർച്ചയായും. പക്ഷെ എന്താ അവരുടെ പ്ലാന് കൃത്യമായിരുന്നു. വിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ മാക്സിമം അത്ര മോശമല്ലാത്ത രീതിയിൽ റൺ ഉയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 114 റൺസ് അവർ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ചേർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഗുജറാത്തിന് ഇപ്പൊ ഇത്രയും മികച്ച പ്രകടനം നടത്തിയിട്ടും ആരാധകർ വരാതിരിക്കാനുള്ള ഒരു കാരണം ഇത് തന്നെ ആയിരിക്കില്ലേ. അവരുടെ ഒരു രസമില്ല അവരുടെ കളി എന്നുള്ള ഒരു ചത്ത കളി എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതൊരു കാരണമായിരിക്കില്ലേ? തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞ തന്നെ സായ് സുദർശനായാലും ഗില്ലായാലും നമുക്ക് ഒരു ബാറ്റിംഗ് വിസ്ഫോടനം കാണാൻ വേണ്ടി പറ്റുന്നില്ല. T20 IPL നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ബാറ്റിംഗ് വെടിക്കെട്ട്. ഇപ്പം പറയുമ്പോൾ ഹൈദരാബാദിന്റെ ഒക്കെയാണ് വെടിക്കെട്ട് പറയും. പക്ഷേ വെടിക്കെട്ട് നടത്തിയിട്ട് അവരിപ്പം പോയിന്റ് അതിന്റെ മാറ്റമാണ്. അപ്പം ഗില്ലിനും ടീമിനും അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൃത്യമായി പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ വിക്കറ്റ് പോയിന്റ് പിടിച്ചിട്ടുണ്ടായാലും ഇന്നലെ 190 മുകളിൽ റൺ ഓവർ എടുക്കുന്നത്. അവർക്ക് വേണ്ട റൺ എടുക്കുന്ന ബോളിംഗ് നല്ല റാഷിദ് ഖാൻ ഉൾപ്പെടെയുള്ള സ്പിന്നർമാരുള്ള ആ ബോളിംഗ് യൂണിറ്റ് അത് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം കളി ജയിക്കാൻ നമുക്ക് എന്താണ് വേണ്ടത്? ആദ്യത്തെ 3 വർഷം വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ നമുക്ക് വരുമ്പോൾ കൊൽക്കത്തയിലേക്കെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിപ്പം ഇന്നലെ പറഞ്ഞപ്പോൾ റസൽ മാത്രമല്ല വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗും രഹാനെ 50 അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മളൊരു T20 ഇന്നിങ്സ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. രഹാന പണ്ട് മുതലേ അങ്ങനെ കളിക്കുന്ന ഒരു താരമാണ്. രഹാനെ വെടിക്കിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് IPL. പക്ഷേ എല്ലാ കാലത്തും ഉണ്ടാവുന്നില്ല. രഹാനയുടെ ഒരു ശൈലി തന്നെയാണ്, കളി ശൈലി. അല്ല ഈ പറഞ്ഞ പോലെയാണെങ്കിൽ രഹാന അങ്ങനെ നിൽക്കുമ്പോൾ അപ്പുറം ഒരു അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു താരം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാവില്ല. പക്ഷെ അവിടെ ആരും ആശ്രയിക്കാൻ പറ്റുന്നില്ല. അതിലാണ്
ഈ റസലിൻ്റെ പ്രകടനം വെച്ചാൽ ഇപ്പോൾ റസലിന് ബാറ്റിംഗ് യൂണിറ്റിൽ നമ്മൾ നന്നായിട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് കൊൽക്കത്തയിൽ റസൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്. കൊൽക്കത്ത ചാമ്പ്യന്മാരായ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. റസലിന് ഈ പറഞ്ഞ ബാറ്റിംഗ് വെടിക്കെട്ട് നമ്മൾ കുറേ ആസ്വദിച്ചാണ്. അപ്പോൾ ആ റസലിൻ്റെ ഒരു നിഴൽ പോലും ഇപ്പം കാണാൻ പറ്റുന്നില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ റസലിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബാറ്റിംഗ് പിന്നെ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ 14-15 സ്ട്രൈക്ക് റേറ്റ് വേണ്ടി വരുന്നു, റിക്കവറി റൺ റേറ്റ് വേണ്ടി വരുന്നു. ആ റിക്കവറി റേറ്റിലേക്ക് എത്തുമ്പോൾ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു. പിന്നെ നല്ല സ്പിന്നർമാർക്ക് അദ്ദേഹം 2 കളിയിലെ വീട്ടിലൊക്കെയാണ് ബ്രാവോ പറഞ്ഞത്. പക്ഷേ ഈ പറയുമ്പോഴും ആ 14-15 നേടുന്ന ഒരു ബ്രാവോനെയാണ് നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്നത്. പക്ഷേ റിങ്കു സിംഗും വെങ്കടേഷ് അയ്യർക്ക് ഉണ്ടാകുമ്പോൾ ഈ റിക്കവറി റേറ്റ് അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. വെങ്കടേഷ് അയ്യരെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു കമന്റ് കണ്ടതാണ്. നമുക്കത് ഒരു കമന്റിന് എത്രത്തോളം ചർച്ച ചെയ്യണമെന്നുള്ളത് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും പറയുകയാണെങ്കിൽ ഒരു ക്യാപ്റ്റൻ ആക്കാത്തതിലുള്ള ഒരു വിഷമമുള്ള പോലെ അദ്ദേഹം കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് എല്ലാ കാലത്തും എല്ലാ ടീമിനും രോഹിത്തും കോഹ്ലി നമ്മൾ കണ്ടാൻ വേണ്ടില്ല. പിന്നെ ധോണിയും രോഹിത്തും കോഹ്ലി മാത്രമാണ് തീർച്ചയായും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയും സഞ്ജു ഇപ്പം കളിക്കാണ്ട് പരിക്കുവരക്കുന്ന പരാഗിനെ ക്യാപ്റ്റൻ പറഞ്ഞേക്കും. അതിൽ കാര്യമൊന്നുമില്ല. പക്ഷെ ഈ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇതായാലും വെങ്കടേഷ് അയ്യർ ഇതല്ല ടീം പ്രതീക്ഷിക്കുന്നത്. വെങ്കടേഷ് അയ്യർ കൊൽക്കത്തയിൽ എങ്ങനെയായിരുന്നു എന്നും അദ്ദേഹം എങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടെന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്. ആ പ്രകടനം റിങ്കു സിംഗും അങ്ങനെ തന്നെയാണ്. ഇവർ ഇപ്പം ബ്രാവോ പറഞ്ഞപ്പം പിന്നെ നമുക്ക് ബ്രാവോ പറഞ്ഞതിൽ കേട്ട് നോക്കിയപ്പോൾ റസലിനെ ന്യായീകരിക്കുകയാണ് ഒരു സംശയം തോന്നുന്നു. പക്ഷേ ആ ന്യായീകരണത്തിനേക്കാൾ അതിൽ വരുന്നത് റിങ്കു സിംഗും പിന്നെ വെങ്കടേഷ് അയ്യർ ഇറങ്ങിയിട്ട് വരുന്ന സമയത്തേക്ക് റിക്കവറി റേറ്റ് 14-15 ഉണ്ടാവാൻ പാടില്ല. കാരണം അവരുടെ ഗെയിം പ്ലാൻ അനുസരിച്ച് ചെയ്യുമ്പം ഈ താരങ്ങൾ കളിക്കുമ്പം അത് കുറയും. സ്ട്രൈക്ക് റിക്കവറി റേറ്റ് കുറയേണ്ടതുണ്ട്. പിന്നെ റസലിന് കളി ഫിനിഷ് ചെയ്യാനുള്ള ചെറിയൊരു ഇത് വരും. പക്ഷേ ഇപ്പം ഇവിടെ വരുമ്പോഴേക്ക് വലിയ സ്കോർ എടുക്കുന്നു, റെക്കോർഡ് ഓടിക്കുന്നു, വിക്കറ്റുകൾ പോയി കഴിഞ്ഞിരിക്കുന്നു. റസലിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ അവസ്ഥയാണ് വരുന്നത്. അല്ല, തീർച്ചയായും വിക്കറ്റുകൾ പോയി എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ കൊൽക്കത്തയെ സംബന്ധിച്ച് 3 അബദ്ധങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് പൊതുവെ. അതിൽ ഒന്നാമത്തത് കൊൽക്കത്ത ശ്രമിച്ചത് അവരുടെ നേരത്തെയുള്ള വിക്കറ്റുകൾ വീഴ്ത്താൻ. ഇപ്പോൾ ഹർഷിത് റാണനെ പോലുള്ള ബൗളർ കുറച്ച് റൺസ് വഴങ്ങുമെങ്കിൽ കൂടി ചിലപ്പോൾ വിക്കറ്റ് വീഴ്ത്താൻ ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കാൻ കഴിയുന്ന താരമാണ്. പക്ഷെ അദ്ദേഹത്തിന് അതിനേക്കാളും കൂടുതൽ ഒരു കുറച്ചും കൂടി എക്കണോമിക്കൽ ആയിട്ടുള്ള ബൗളർമാരെ വെച്ച് പന്തെറിയാൻ ആദ്യം കൊൽക്കത്ത ശ്രമിച്ചു. അത് മനസ്സിലാക്കി കൃത്യമായിട്ട് റണ്ണ് അത്ര ഒരു കുഴപ്പമില്ലാത്തൊരു ഇതിലേക്ക് റണ്ണ് സ്കോർ ചെയ്യുക, അതോടൊപ്പം വിക്കറ്റ് വീഴാതെ നോക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി തീർച്ചയായും ഗുജറാത്ത് എടുക്കുന്നുണ്ട്. അത് കാണാൻ വലിയ രസമൊന്നും ഇല്ലെങ്കിലും അത് അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. 2 പോയിന്റ് ഇടാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞ പോലെ വെടിക്കെട്ട് ഇടന്നിട്ടാണോ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജയിച്ചത് പിന്നെ ചോദിക്കാനൊന്നും വരുന്നില്ല. ഇലക്ഷനൊക്കെ പറയുമ്പോൾ 10 വോട്ട് ജയിച്ചാലും പിന്നെ 1000 വോട്ട് ജയിച്ചാലും ജയം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ആദ്യ വിക്കറ്റ് വീഴ്ത്തിയിട്ട് ബ്രേക്ക് ത്രൂ കൊടുത്തത് റസലാണ്. 13ാമത്തെ ഓവറിലാണ് റസൽ പന്തെറിയാൻ വരുന്നത്. പക്ഷേ പിന്നീട് റസലിന് ഒരു ഓവർ പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഓവർ മാത്രമാണ് റസൽ പന്തെറിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതും ഒരു പാളിച്ചയായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ നമുക്കറിയാം അംഗ്രീഷ് രഘുവംശിനെ പോലുള്ള ഒരു താരത്തെ, അദ്ദേഹം 13 ബോളിൽ 27 റൺസ് എടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ 9ാമത്തെ പൊസിഷനിൽ 9ാമതായിട്ട് ഇറക്കിയത് അതാണ്. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ പ്രശ്നങ്ങളും സംഭവിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ ഇറക്കി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് സ്വന്തം നാട്ടിൽ നടന്നൊരു മത്സരത്തിനെ കൃത്യമായി റീഡ് ചെയ്യുന്നതിൽ കൊൽക്കത്ത പരാജയപ്പെട്ട്, ബാറ്റിംഗ് യൂണിറ്റ് കംപ്ലീറ്റ്ലി പരാജയപ്പെട്ട്. മറുവശത്ത് ഇപ്പൊ ഗുജറാത്തിന്റെ ബൗളിംഗ് നിരയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ റാഷിദ് ഖാനും അതുപോലെ തന്നെ പ്രസീദ് കൃഷ്ണയൊക്കെ തിരിച്ചു വരുന്നുണ്ട്. റാഷിദ് ഖാനും പ്രസീദ് കൃഷ്ണയും 4 ഓവർ എറിഞ്ഞിട്ട് 25 റൺസ് മാത്രം. അത് മാത്രമല്ല, പന്തെറിഞ്ഞ എല്ലാവരും വിക്കറ്റ് വീഴ്ത്തി എന്നുള്ളതാണ്. ഇഷാന്ത് ശർമ്മ വിക്കറ്റ് വീഴ്ത്തി, വാഷിംഗ്ടൺ സുന്ദർ വിക്കറ്റ് വീഴ്ത്തി, അങ്ങനെ എല്ലാവരും പന്തെറിഞ്ഞവരെല്ലാവരും വിക്കറ്റ് വീഴ്ത്തി എന്നതും കൂടി ഗുജറാത്തിനെ സംബന്ധിച്ചൊരു നേട്ടമായി മാറുന്നുണ്ട്. സായ് കിഷോറും റാഷിദ് ഖാനും മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. അതാണ് റസലിനെ ഒന്ന് പിടിച്ച് ഇതാക്കി. ഇപ്പം ബ്രാവോ പറയുന്നുണ്ട് റസൽ സായ് കിഷോറിനും റാഷിദ് ഖാനും മുന്നിൽ കളിക്കാൻ പറ്റില്ല. അദ്ദേഹം സ്പിന്നിനെതിരെ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ വീഴുന്നുണ്ട്. അപ്പോൾ സ്പിന്നിനെതിരെ കളിക്കുന്നത് അദ്ദേഹം ഒരു ആശങ്കയായിട്ട് പറയുന്നില്ല. പക്ഷേ അത് സ്വാഭാവികമാണ്. റസലിനെ പോലെ താരത്തിന് ഇത് പ്രശ്നമൊന്നുമല്ല. 2 കളിയിലും സ്പിന്നർമാർക്ക് മുമ്പിലാണ് വീണത്. മറ്റേ ബാംഗ്ലൂർ സുരേഷ് ശർമ്മയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നത്, വിക്കറ്റ് വീണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് 2 ആണെന്ന് മാത്രമാണ് ബ്രാവോ പറയുന്നത്. പക്ഷെ അത് പറയുമ്പോഴും എല്ലാം പറയുമ്പോൾ റിസൾട്ടിലേക്ക് എത്തിയിട്ട് ഇവർ റസലിനെ ന്യായീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രഹാനെ ന്യായീകരിക്കണം കേൾക്കാൻ രസമുണ്ട്. ഇതിപ്പോൾ അതല്ല. ഒരു ടീം ഒന്നും കളിക്കുന്നില്ല, ബാറ്റിംഗ് യൂണിറ്റ് ആയിരുന്നിട്ട് അവസാനം വരെ ഇങ്ങനെ തകർന്നു പോവുകയാണ്. അതിൽ രഹാനെ നായകൻ ഒരു 50 അടിച്ചു, ഭേദപ്പെട്ട സ്കോർ എടുത്ത് നിൽക്കുന്നു, അല്ലാതെ വേറൊരു കാര്യം വരുന്നില്ല. പക്ഷേ 50 അല്ലെങ്കിൽ ഇപ്പോൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. ടീം ജയിക്കാതെ എവിടെ കാര്യമില്ലല്ലോ. വ്യക്തിഗത പ്രകടനം മാത്രം നോക്കിയിട്ട് കാര്യം വരുന്നില്ല. ടീം മാറേണ്ടതുണ്ട് നന്നായിട്ട്. മറുവശത്ത് ഇപ്പോൾ ജോസ് ബട്ട്ലർ ഉൾപ്പെടെയുള്ള താരങ്ങൾ അവരും ടോപ്പ് ഓർഡർ മികച്ച ഫോമിലാണ്. അപ്പൊ അവർ മികച്ച സ്കോർ നേടി. ആ സ്കോറിനെ എങ്ങനെ അടിപൊളിയായിട്ട് അവർക്ക് ഡിഫെൻഡ് ചെയ്യണം എന്ന് കൃത്യമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. ആ പ്ലാനുകൾ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് കൊൽക്കത്തയ്ക്ക് അതൊരു പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. കൊൽക്കത്തയെ സംബന്ധിച്ച് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ അത്ര നല്ല ഒരു പൊസിഷനിലല്ല ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ എല്ലാവർക്കും നിർണായകമാണ്. നമുക്കറിയാം കൊൽക്കത്ത അതുപോലെ ഒരുപാട് ആരാധകരുള്ള ടീമുകളാണ് കൊൽക്കത്ത. ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ചെന്നൈ, കൊൽക്കത്ത, മുംബൈ
ടീമുകളൊക്കെ. പക്ഷെ ഫാൻ ബേസ് കുറഞ്ഞു വരുമോ സംശയം ഇങ്ങനത്തെ പടം അതില് വരുമ്പോ. അതില് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിനോട് കൂടി വിജയങ്ങളിലേക്ക് വരുന്നുണ്ട്. തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷെ രാജസ്ഥാൻ, നമ്മൾ നേരത്തെ വിട്ടുപോയ പേര് രാജസ്ഥാൻ, ഇവരൊക്കെ ഒരു മോശം പ്രകടനം തുടരുകയാണ്. അപ്പൊ എന്തായാലും കൊൽക്കത്തക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും മികച്ച റിസൾട്ട് തന്നെ നേടി കഴിഞ്ഞാൽ മാത്രമേ ഈ തിരിച്ചുവരവ് സാധ്യമുള്ളൂ. എന്തായാലും നമുക്ക് കണ്ടറിയാം. അതെ തീർച്ചയായും.